അപകടക്കുഴികൾ നിറഞ്ഞ ദേശീയപാത 66 ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. ശ്രീനാരായണപുരം മുതൽ വടക്കോട്ട് ചേറ്റുവ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് കുണ്ടും കുഴിയുമായിട്ട് മാസങ്ങളായി. കനത്ത മഴയിൽ പലയിടത്തും ടാർ ഇളകി മാറിയതാണ് വലിയ കുഴികൾ രൂപപ്പെടാൻ കാരണം. 4 വർഷം മുൻപാണ് റോഡ് റീടാർ ചെയ്തത്. കുഴികൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി അടയ്ക്കുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലാകും. സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന പെരിഞ്ഞനം പഞ്ചായത്ത് വളവിന് സമീപം നിരവധി കുഴികളാണുള്ളത്. വടക്കേ ബസ് സ്റ്റോപ്പിന് സമീപവും മൂന്നുപീടിക ജംഗ്ഷന് സമീപവും സമാന സാഹചര്യം തന്നെയാണ്. പരാതികൾ ഏറിയതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് ഇവിടെ മെറ്റലിട്ട് ഉറപ്പിച്ചിരുന്നു. എന്നാൽ മഴ കനത്തതോടെ മെറ്റൽ മുഴുവൻ റോഡിൽ ചിതറിക്കിടക്കുകയാണ്. ഇരുചക്രവാഹന യാത്രികരാണ് കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ദേശീയപാതയിലുള്ള ബസ് കാത്തിരിപ്പു കേന്ദ്രങ്ങളുടെ സ്ഥിതിയും ദുരിതപൂർണമാണ്. മിക്കയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബസ്സിൽ കയറാൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റോപ്പുകളിൽ വെള്ളക്കെട്ട് കാരണം ബസ്സുകൾ നീക്കി നിർത്തുന്നതും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച മുതൽ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ് സമരം കൂടി പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. TCV ന്യൂസ്, കയ്പമംഗലം.